ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു ഇളയ സാക്ഷിയായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ എഴുന്നേൽക്കുവാൻ കർത്താവ് എനിക്ക് തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സാക്ഷിയാകുന്നതും കർത്താവിൻ്റെ വേല ചെയ്യുന്നതും കർത്താവിൻ്റെ നാമത്തിൽ ഓരോ ശുശ്രൂഷകൾ ചെയ്യുന്നതും ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നതും തിരുവചനം കേൾക്കുന്നതുമെല്ലാം മനോഹരമായ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, ഭൂമിയിലായിരിക്കുമ്പോൾ നാം കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, ആരാധിക്കുന്ന മനോഹരമായ രംഗങ്ങളാണ്. അത് വളരെ ഭയഭക്തിയോടുകൂടി ശ്രവിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം. അത് വളരെ ഭയഭക്തിയോടുകൂടി കേട്ട് വചനം ഗ്രഹിച്ച് ജീവിതം യേശുവിനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അതിനാണ് ഓരോ വചന ശുശ്രൂഷകളും. ഇങ്ങനെയുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനും കർത്താവായ യേശുക്രിസ്തു പ്രസാദിക്കുന്നൊരു ജീവിതമാണോ ഞാൻ നയിക്കുന്നതെന്ന് സ്വയം പരിശോധിച്ച് എവിടെയാണ് തിരുത്തലുകൾ വരുത്തുവാനുള്ളത് എന്ന ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നതായ വചന ശുശ്രൂഷയിൽ നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കുവാൻ പരിശുദ്ധാത്മാവ് അവസരം തരികയാണ്. അതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് ഞാൻ മുന്നമേ ഓർപ്പിക്കുകയാണ്. നമുക്ക് വായിക്കാം. 90-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കാം. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കിയതിന് ശേഷം നീ അരുളി ചെയ്യുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മനുഷ്യർക്ക് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 ആയുസ്. അതിനുശേഷം മർത്യൻ കടന്നു പോകുമ്പോൾ, അവനെ ശവക്കല്ലറയിലാക്കുമ്പോൾ അവനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, എന്നിട്ട് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുമെന്ന്. എപ്പോഴാണ് തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നത്? പ്രിയമുള്ളവരെ, എപ്പോഴാണെന്ന് ആ സങ്കീർത്തനത്തിൽ അത് പറയുന്നില്ലല്ലോ. ഇപ്പോൾ മരിച്ചടക്കപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങളായവരുണ്ട്. 6000 വർഷങ്ങളായവരുണ്ട്, 5000, 4000, 3000, 2000, 1000 വർഷങ്ങളായവരുണ്ട്. അല്ല, 100 വർഷങ്ങളോ 50 വർഷങ്ങളായവരുണ്ട് മരിച്ചിട്ട്. ഇവരെല്ലാം മരിച്ച് ശവക്കലറുകളിൽ അടക്കിയിരിക്കുകയാണ്. പലരുടെ അസ്ഥികൾ പോലും ദ്രവിച്ചു പോയിട്ടുണ്ടാകാം, പലരുടെ അസ്ഥികൾ പഴകിപ്പോയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള മാംസങ്ങളും ഞരമ്പുകളും എല്ലാം പോയതിനു ശേഷം, അസ്ഥികൾ പോലും ദ്രവിച്ചു പോയതിനു ശേഷം പിന്നെ എപ്പോഴാണ് തിരികെ വരുമാറാക്കുന്നത്? മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് ദൈവം അരുളി ചെയ്യുന്നത് എപ്പോഴാണ്? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് സങ്കീർത്തനം തന്നെ, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും. 1000 വർഷം നമുക്ക് 1000 വർഷമായിരിക്കും, പക്ഷെ ദൈവത്തിന് മുമ്പിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെ അത്രേ. രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. രാത്രിയിലെ ഏതാനും ചില മണിക്കൂറുകൾ പോലെയാണ് ദൈവത്തിന് മുമ്പാകെ എന്ന്. 1000 വർഷം ഒരു ദിവസം പോലെയാണെങ്കിൽ കർത്താവിനാകെ ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം 6 ദിവസമേ ആയിട്ടുള്ളൂ. ദൈവത്തിന് മഹത്വം. അല്ല, രാത്രിയിലെ ഏതെങ്കിലും യാമങ്ങൾ പോലെയാണെങ്കിൽ 10-12 മണിക്കൂറേ ആയിട്ടുള്ളൂ ദൈവത്തിന് മുമ്പാകെ എന്ന്. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു എന്ന്. ഈ വിശ്വാസത്തിൽ മരിച്ചവരെ കുറിച്ച് ബൈബിൾ പറയുന്നത് നിദ്ര പ്രാപിച്ചു എന്നാണ്. മനുഷ്യന് മുമ്പിൽ മരണം ഭയാനകമായ അന്ത്യമാണെങ്കിലും കർത്താവിന് മുമ്പിൽ ഈ ശരീരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ളത് കൊണ്ട് അത് ഒരു നിദ്രയാണ്, ഉറക്കം മാത്രമാണ് കർത്താവിന് മുമ്പാകെ. നമ്മുടെ മുമ്പിൽ ചിന്തിക്കും, ഇത്രയും വർഷമായാലോ കടന്നു പോയിട്ട് ഇനി എങ്ങനെ ഉയർക്കാനാണ് എന്ന്. ദൈവത്തിൻ്റെ തിരുവചനമാണ് എപ്പോഴാണ് ഉയർക്കുന്നതെന്ന് കൃത്യവും വ്യക്തവുമായിട്ട്
ദൈവപുത്രൻ തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം 28 29 വാക്യങ്ങളിലൂടെ ദൈവപുത്രനായ ക്രിസ്തു ഇതിന് വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? എപ്പോഴാണ് പൊടിയിൽ അടക്കിയിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് തിരികെ വരുന്നത്, എഴുന്നേറ്റ് വരുന്നത്? വായിക്കാം. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു മഹാസംഭവത്തെക്കുറിച്ചാണ് ആ 2 വാക്യങ്ങളിൽ പറയുന്നത്. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ട് പറയുകയാണ്. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും കേൾക്കുമെന്നാണ് പറയുന്നത്. ആൺപെൺ വ്യത്യാസമില്ലാതെ, ധനവാൻ ദരിദ്രൻ എന്നുള്ള വ്യത്യാസമില്ലാതെ, പണ്ഡിതൻ പാമരൻ എന്നുള്ള വ്യത്യാസമില്ലാതെ ഏതൊരു വ്യക്തിയും കേൾക്കും ഈ ശബ്ദം. എല്ലാവരുടെയും ശരീരം ഉയർത്തെഴുന്നേൽക്കുമെങ്കിലും അത് 2ആയിട്ട് അവിടെ തിരിക്കുന്നുണ്ട്. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കുമായിട്ടാണ് പുനരുദ്ധാനം ചെയ്യുവാൻ പോണേന്ന്. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. 1000 വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട്. പ്രിയമുള്ളവരെ, അതിന് 1000 ആണ്ട് വാഴ്ച എന്നാണ് വേദപുസ്തകം പറയുന്നത്. 1000 ആണ്ട് വാഴ്ച. ക്രിസ്തു 1000 വർഷം ഈ ഭൂമിയിൽ ഭരിക്കും. അതിനു മുമ്പാണ് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയുന്ന നന്മ ചെയ്തവർ എന്ന് പറയുന്നവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. ആരാണ് ഈ നന്മ ചെയ്തവർ? ക്രിസ്തുവിൻ്റെ വചനം കേട്ട് യേശുവിനായിട്ട് ജീവിതം സമർപ്പിച്ചവർ, മാനസാന്തരപ്പെട്ടവർ. അല്ല, മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് നന്മ ചെയ്തവരുടെ ലിസ്റ്റിലേക്ക് വരുന്നത്. ആരാണ് തിന്മ ചെയ്തവർ? ദൈവപുത്രൻ ക്രൂശിക്കപ്പെട്ടിട്ടും സകലരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി കുരിശിൽ യാഗമായി തീർന്നിട്ടും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ടും ആ ക്രൂശ് മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കാത്തവരാണ് പാപികൾ, തിന്മ ചെയ്യുന്നവർ. വിശ്വസിച്ച് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ പാപം ഉപേക്ഷിച്ചാനേ. ദൈവപുത്രനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ അംഗീകരിച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുകയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്താനേ. അവിടെ 2ആയിട്ട് തിരിയപ്പെടുകയാണ്. 1 അവൻ്റെ ശബ്ദം കേട്ടവർ, 2 എല്ലാവരെയും ദൈവം ഉയർപ്പിക്കുമെന്നാണ് അവിടെ പറയുന്നത്. 2 സമയത്തായിരിക്കുമെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ആരാണ് അവൻ്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽക്കുന്നവർ? പ്രിയമുള്ളവർ, എല്ലാവരും ശബ്ദം കേൾക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ കർത്താവ് ചിലരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവപുത്രൻ്റെ ശബ്ദം കേട്ട് ചിലർ ഉയർത്തെഴുന്നേറ്റു. അത് വരുവാനുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മുന്നോടിയാണ്, ഒരു പ്രതീകമാണ്. കർത്താവായ യേശുക്രിസ്തുവിന് മരിച്ചുപോയ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് അന്നത്തെ ജനതയെ കർത്താവ് ഓർപ്പിച്ചു. അവരെ അത് കണ്ടു, ശിഷ്യന്മാർ അത് കണ്ട് വിശ്വസിച്ചു, അവരുടെ കണ്ണാലെ കണ്ടു. ഒരിക്കൽ നയീനിലെ വിധവയുടെ മകൻ മരിച്ചുപോയി. പാവം, ഭർത്താവ് മരിച്ചുപോയി, വിധവയാണ്. പക്ഷേ അവിടെ പറയുകയാണ്, ഏകജാതനായ മകനാണ് മരിച്ചുപോയത്. ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൻ മരിച്ചുപോയി. അവനെ ബാല്യക്കാരൻ എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഏതാണ്ട് ഒരു 18-നും 25-നും ഇടയ്ക്ക് പ്രായമുണ്ടാവും. ആ മകൻ മരിച്ചുപോയി. അവൾ വല്ലാതെ വിലപിക്കുകയായിരുന്നു. അവൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുകയായിരുന്നു. അവസാനം ശവക്കല്ലറയിലേക്ക് ആ ശവമഞ്ചത്തിൽ ആ ശവശരീരവുമായിട്ട് പോകുമ്പോൾ ആ യാത്ര എങ്ങനെയായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ. അതൊരു വിലാപയാത്രയായിരുന്നു. ആ സമയത്താണ് കർത്താവായ യേശുക്രിസ്തു എതിരേന്ന് വരുന്നത് കണ്ടത്. ആ സ്ത്രീ കരയുന്നത് കണ്ടു. ആ സ്ത്രീ കരയുന്നതും വിഷമിക്കുന്നതും കണ്ടു. ആ സ്ത്രീയോട് പറഞ്ഞു, കരയണ്ട എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആശ്വാസ വചനം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് കർത്താവ് ആ വ്യക്തിയെ ഇങ്ങനെയാണ് വിളിക്കുന്നത്, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ആ ദൈവപുത്രൻ്റെ ശബ്ദം കേട്ട് ശവമഞ്ചത്തിൽ ഈ ശവശരീരവുമായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ ശവമഞ്ചം ചുമക്കുന്നവർ നിന്നു എന്നാണ് അവിടെ പറയുന്നത്. കാരണം ആ മഞ്ചത്തിലൊരു അനക്കം. ആ ദൈവപുത്രൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആ ബാല്യക്കാരൻ ഉയർത്തെഴുന്നേറ്റു. അമ്മയ്ക്ക് ആ ബാല്യക്കാരനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നവിടെ പറയുന്നു. രണ്ടാമതൊരു ഉയർപ്പിനെ കുറിച്ച് അവിടെ പറയുന്നത് യായിറോസിൻ്റെ മകളെയാണ്. അവിടെ പറയുന്നുണ്ട് 12 വയസ്സ് മാത്രമേ ആ ബാലയ്ക്ക് പ്രായമുള്ളൂ. വെറും 12 വയസ്സ് മാത്രം. രോഗിയായിരുന്നു. ഇന്നത്തെ പറയുന്ന പോലെ ക്യാൻസറോ മറ്റോ ബാധിച്ച് കിടക്കുകയായിരുന്നു. ആ രോഗിയായിരുന്നപ്പോൾ തന്നെ അപ്പൻ യേശുവിൻ്റെ അടുക്കലേക്ക് അന്വേഷിച്ച് ഇറങ്ങിയതാണ്, എൻ്റെ മകൾ അത്യാസന്ന നിലയിലാണ് എന്ന് പറയാനായിട്ട്. പക്ഷേ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അറിയിപ്പ് വന്നു, ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട,
നിന്റെ മകൾ മരിച്ചുപോയി എന്ന്. ആ വാർത്ത കേട്ട് ഞെട്ടിയപ്പോൾ ആ വിധവയോട് കരയണ്ട എന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ പറയുന്നത് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ? അവർ കർത്താവിൽ നിദ്ര പ്രാപിച്ചവരാണോ? കർത്താവിൻ്റെ വചനമാണ് കരയേണ്ട, ആശ്വസിപ്പിക്കുകയാണ്. കാരണം ഈ ശരീരം ഇനി ഉയർക്കും. ഇവിടുത്തെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അസ്തമിച്ചു പോകുന്നില്ല. എന്തൊരു പ്രത്യാശയാണ് പ്രിയമുള്ളവരെ, എന്തൊരു വലിയ വാഗ്ദത്തമാണത്. ക്രിസ്ത്യാനികളായ നമ്മൾക്ക്, ദൈവപുത്രനെ അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും സന്തോഷം തരുന്നൊരു വാക്യമല്ലേ. ഇവിടെ കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, മാരകമായ രോഗങ്ങളായിരിക്കാം. ഞാൻ ഓർക്കുകയാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്രയോ പേരാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. യൗവനക്കാരായ ചെറുപ്പക്കാർ മാറ്റപ്പെട്ടു, മധ്യവയസ്കർ മാറ്റപ്പെട്ടു, പല പല രോഗങ്ങൾ മൂലമാണ് അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ഒന്നുകിൽ പർദീസയിലേക്ക് പോകും, വിശ്വാസത്തിലല്ല എങ്കിൽ പാതാളത്തിലേക്ക് പോകും. എന്നാൽ പ്രിയമുള്ളവരെ, ഈ നമ്മുടെ ശരീരം ന്യായവിധിക്ക് മുമ്പ് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. കർത്താവ് നമ്മളോട് അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് എന്തിനെക്കുറിച്ചെങ്കിലും ഭയപ്പാടുണ്ടോ പ്രിയമുള്ളവരെ? ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെട്ടിരിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ ഈ ലൗകിക വിഷയങ്ങളായിരിക്കാം കാരണം, അല്ല കുടുംബത്തിലുള്ളവർക്ക് മാരകമായ രോഗങ്ങളായിരിക്കാം കാരണം, അല്ല പരീക്ഷയിൽ തോൽക്കുന്നതായിരിക്കാം വിഷയം. ഇനി ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്നവരുണ്ടാകാം, കടത്തെക്കുറിച്ച് ചിന്തിച്ചവരിയ്ക്കുന്നവരുണ്ടാകാം. പലവിധ വിഷയങ്ങളാൽ ഭയപ്പെട്ടിരിക്കുന്നവരാണോ? കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവിടെ ചെന്നിട്ട് കർത്താവിൻ്റെ ശബ്ദം ആ ബാല്യക്കാരി കേട്ടതെങ്ങനെയാണെന്നറിയാമോ? ആ ബാലിക കേട്ടതെങ്ങനെയാണെന്നറിയാമോ? തലീത ഖൂമി എന്നാണ് കർത്താവ് പറഞ്ഞത്. ബാലേ, എഴുന്നേൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് അവളുടെ ആത്മാവ് മടങ്ങി വന്നു എന്നാണ്. ആ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയപ്പോൾ ആത്മാവും വേർപെട്ടിരുന്നു. എന്നാൽ ദൈവപുത്രന്റെ ശബ്ദം കേട്ടപ്പോൾ ആത്മാവ് എവിടെ നിന്ന് മടങ്ങി വന്നെന്ന് പറയുന്നില്ല, പർദീസയിലായിരുന്നോ പാതാളത്തിലാണെന്ന് പറയുന്നില്ല. പക്ഷെ ആത്മാവ് ദൈവപുത്രന്റെ ശബ്ദം കേട്ടപ്പോൾ ഈ ശരീരത്തിലേക്ക് മടങ്ങി വന്നു എന്ന്. ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ട്? മൂന്നാമത് ദൈവപുത്രന്റെ ശബ്ദം കേട്ടത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. ലാസറേ പുറത്തു വരിക എന്നുള്ള ശബ്ദം. അത് അല്പം വ്യത്യാസമാണ് പ്രിയമുള്ളവരെ. ലാസറിന് ഏതെങ്കിലും 30, 35, 40 വയസ്സ് പ്രായമുണ്ടാകും, ഒരു മധ്യവയസ്കനായിരിക്കാം. അവിടെ ലാസർ മരിച്ചിട്ട് 4-ാം ദിവസമാണ് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, മരിച്ച് 24 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ശരീരത്തിൽ ദുർഗന്ധം വരാൻ തുടങ്ങും. കാരണം ശരീരത്തിലെല്ലാം നീര് വെച്ച് വീർക്കാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, കുടലിലെല്ലാം വീർക്കാൻ തുടങ്ങും, ശരീരത്തിലെ അവയവങ്ങളെല്ലാം വീർക്കാൻ തുടങ്ങും, ബ്ലഡ് എല്ലാം കട്ട പിടിച്ച് നീര് വെച്ചു തുടങ്ങിയിട്ടുണ്ടാകാം. മരിച്ച ഉടനെ തന്നെ ശരീരം തണുക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം. പ്രിയമുള്ളൊരു 4 ദിവസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ചീഞ്ഞ ദുർഗന്ധമായിട്ടുണ്ടാകാം. ആ ലാസറിന്റെ സഹോദരിമാർ തന്നെ പറയുന്നുണ്ട്, ആ കല്ലറയുടെ കല്ല് മാറ്റൂരെന്ന് പറഞ്ഞപ്പോൾ ശരീരം ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നാറ്റം വെച്ചു തുടങ്ങി എന്ന് സഹോദരി തന്നെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39 മുതലുള്ള വാക്യം വായിക്കാം. കല്ല് നീക്കുവീനെന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്നാണ് അവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, അവരോട് കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ്. അതിൻ്റെ അർത്ഥം ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മരണം മൂലം മാറ്റപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ ശരീരം എന്നാണെന്ന് അറിയാൻ പാടില്ല. കർത്താവിൻ്റെ 2-ാമത്തെ വരവ് എപ്പോഴാണെന്ന് നമുക്കറിയാൻ പാടില്ല. ആ 2-ാമത്തെ വരവെങ്കിൽ അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. കല്ലറകളിലുള്ളവരെല്ലാവരും ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഉയർത്തെഴുന്നേൽപ്പ് ലഭിച്ചോ? ആ പലസ്തീൻ നാടുകളിലെ കർത്താവിൻ്റെ ആ 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷ ഒരു 40 മാസത്തോളം ഉണ്ടാകും. ആ 40 മാസത്തെ പരസ്യ ശുശ്രൂഷയിൽ എത്രയോ പേരാണ് ഓരോ ദിവസവും മരിച്ചു പോയിക്കൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ആ 3.5 വർഷത്തിനുള്ളിൽ മരിച്ചു പോയില്ലേ? അവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റോ? ഇല്ല. 3 പേരെ മാത്രമേ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചുള്ളൂ. നമ്മൾ ഇന്ന് ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ രോഗം സൗഖ്യമാകാത്തത്? വചനം കേട്ട് മാനസാന്തരപ്പെട്ടവരായിട്ടും ജീവിതം പരിപൂർണമായിട്ട് സമർപ്പിച്ചിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പ് ഭവനമായിട്ട് ശരീരം വിട്ടുകൊടുത്തിട്ടും സുവിശേഷ വേല ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എല്ലാവർക്കും സൗഖ്യം കിട്ടാത്തത്? ചിലർക്ക് സൗഖ്യം കിട്ടുന്നുണ്ടില്ല എന്നല്ല, പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും സൗഖ്യം കിട്ടാത്തത്? അതിന് ഒരു ഉത്തരമായിട്ട് വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യം വായിക്കാം. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു.
പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്ന പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആർക്കെല്ലാം സൗഖ്യം, ആരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കണം, ആർക്കെല്ലാമാണ് സൗഖ്യം കിട്ടുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. വാസ്തവത്തിൽ നമ്മുടെ പ്രയാസമായ ഘട്ടങ്ങളിലെല്ലാം കർത്താവിനും ദുഃഖമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ വന്നിട്ട് ദൈവപുത്രൻ പോലും കരഞ്ഞില്ലേ പ്രിയമുള്ളവരെ? എന്തുകൊണ്ടാണ്? ആദ്യം മാർത്ത വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. സങ്കടത്തോടെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ കർത്താവിന് വിഷമമാണ്. കർത്താവിന് ആഗ്രഹമുണ്ട്, ഇവരൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ദൈവം മഹത്വമെടുക്കാൻ പോകുന്ന സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് ഇവരൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ. കഴിഞ്ഞ 2000 വർഷമായിട്ട് സുവിശേഷകന്മാരുടെ നാവിൽ ലാസറിനെ ഉയർപ്പിച്ചതായ സംഭവമാണ് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2000 വർഷമായിട്ട് വേദപുസ്തകം വായിക്കുന്ന ഓരോ വ്യക്തിയെയും കോരിത്തരിപ്പിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പാണ് അവിടെ നടക്കുന്നത്. അവിടെ അങ്ങനെ ആ സംഭവം നടക്കുന്നതിന് വേണ്ടിയിട്ട് മറിയയും മാർത്തയും അല്പം കരഞ്ഞേ പറ്റുകയുള്ളൂ. 4 ദിവസം അവർ അലമുറയിട്ട് കരഞ്ഞേ പറ്റുകയുള്ളൂ. അവർ ആ ദുഃഖത്തിലൂടെ കടന്നു പോയപ്പോൾ അവരറിഞ്ഞില്ല തങ്ങളുടെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അത് അനേക വിശ്വാസികളെ കോരിത്തരിപ്പിക്കുന്ന വചനമായിട്ട് മാറുമെന്ന്. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ചീഞ്ഞു തുടങ്ങിയ ശവശരീരം പുറത്തു വന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ട് നിൽക്കുന്നത് വരുവാനുള്ള ഉയർത്തെഴുന്നേൽപ്പിന് മുന്നോടിയാണെന്നുള്ള കാര്യം അവരറിഞ്ഞില്ല. അതിന് നേടലാണെന്നുള്ള കാര്യം അവരറിഞ്ഞില്ല. പക്ഷെ അവർ ദൈവത്തിനെ കുറ്റം പറയുകയാണ്. നിന്നെ അറിയിച്ചതല്ലേ, ഞങ്ങളുടെ സഹോദരൻ ദീനമായിട്ട് കിടന്നപ്പോൾ ഞങ്ങൾ ആളെ വിട്ട് നിന്നെ അറിയിച്ചതല്ലേ, നീ എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ ഭവനത്തിൽ വന്നതാണ്, സുവിശേഷ യോഗങ്ങൾ നടന്നതാണ്, നിന്റെ പാദപീഠത്തിൽ ഞാൻ ഉറ്റു നോക്കിക്കൊണ്ട് നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ വചനങ്ങൾ ഓരോന്നും ഒപ്പിയെടുത്തതല്ലേ എന്നാണ് മറിയയ്ക്ക് പറയാനുള്ളത്. മാർത്തയ്ക്ക് പറയാനുള്ളത് എന്താണ്? ഞാൻ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് നീ കണ്ടതല്ലേ കർത്താവേ, അന്ന് എല്ലാവരും നിന്നെ ത്യജിച്ചപ്പോൾ ഞങ്ങളുടെ ഭവനമല്ലേ നിനക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടത്, പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. പരാതിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സഹോദരൻ ക്യാൻസറായിട്ട് കിടക്കുകയായിരുന്നു. ആ സഹോദരൻ അടുക്കൽ ചെന്നു. ഇത്തിരി ദൂരെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ മാനസാന്തരപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് 2 സഹോദരന്മാരും മാനസാന്തരപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുടുംബത്തിലോ ആരും മാനസാന്തരപ്പെട്ടവരല്ല. വചനം കേട്ട് 10 വർഷമായിട്ട് മാനസാന്തരപ്പെട്ട് വിശ്വാസ ജീവൻ നയിക്കുന്ന ഈ വ്യക്തിക്കാണ് മാരകമായ ക്യാൻസർ രോഗം വന്ന് മരണത്തോട് തൊട്ടടുത്ത് കിടക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ബുദ്ധിയിൽ ചിന്തിക്കും, ഇത് എന്തുകൊണ്ട് കർത്താവ്, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് തെറ്റുപറ്റിയില്ല. അത് വളരെ ചെറുപ്പക്കാരൻ, മധ്യവയസ്കാരനായ ഒരു വ്യക്തി കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഭവനത്തിൽ നോക്കി നിന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഭാര്യയോട് ചില സ്ത്രീകൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞതാണ്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവർ രണ്ടുപേരും വിശ്വാസികളാണ്. പക്ഷേ ആ സഹോദരി പറയുകയാണ്, എൻ്റെ കർത്താവിന് തെറ്റുപറ്റിയില്ല എന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്വാതന്ത്ര്യമുള്ള ഒരു കർത്താവിന് തെറ്റുപറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പല കാര്യങ്ങളും അനുവദിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ മാത്രമായിരിക്കും കർത്താവ് നോക്കുന്നത്. നമ്മുടെ ആത്മാവ് നിത്യജീവനിലേക്ക് എത്തുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. നാം ഓരോരുത്തരും കർത്താവ് ഒരുക്കുന്നതായ സ്വർഗം അവകാശമാക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഈ ഭൂമിയിൽ കുറെ കാലം ജീവിച്ചിട്ട് നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടുന്നത് എത്രയോ കഷ്ടമാണ്. അല്പകാലമുള്ളെങ്കിലും സ്വർഗത്തിലേക്ക് എത്തുന്നത്, കർത്താവിൻ്റെ മുഖം കാണുന്നത്, അതല്ലേ മനോഹരം. അവിടെ കർത്താവിനോട് ചോദിക്കുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. മറിയയും വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അവൾ കരയുന്നതും അവളോട് കൂടെയുള്ള യഹൂദന്മാർ കരയുന്നതും മാർത്ത കരയുന്നതും കണ്ടപ്പോൾ കർത്താവിന് ഉള്ളം നൊന്തു. കർത്താവ് കണ്ണുനീർ വാർത്തു എന്നവിടെ എഴുതിയിരിക്കുകയാണ്. 2 വാക്ക്, യേശു കണ്ണുനീർ വാർത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകളിൽ കർത്താവിന് വേദനയുണ്ട്, നമ്മുടെ ദുഃഖങ്ങളിൽ കർത്താവിനും ദുഃഖമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളിൽ നമുക്കില്ലേ? ഉണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്കുണ്ട്. ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോകുമ്പോഴും കർത്താവ് കരയുകയാണ്. പക്ഷേ നിങ്ങളുടെ നന്മയാണ് കർത്താവിൻ്റെ ആഗ്രഹം. നിങ്ങളെ എങ്ങനെയും യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ചവരായിട്ട് സ്വർഗത്തിൽ കാണണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് പല ശുദ്ധീകരണങ്ങളും വരും, ജീവിതത്തിൽ പല പരാജയങ്ങളും വരും. ഒട്ടും നനച്ചിരിക്കാത്ത സമയത്ത് പല അത്യാഹിതങ്ങളും സംഭവിക്കാം. വാടിപ്പോകരുത് പ്രിയമുള്ളവരെ. ഞാൻ ചിന്തിക്കുകയാണ്, ഈ 3 പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അല്ലേ? എന്നാൽ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് മറ്റ് 2 പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം ആണ് യോഹന്നാൻ സ്നാപകൻ വധിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകനെ ഹെരോദാവ് തടവിലാക്കുകയും തലവെട്ടി കൊല്ലുകയും ചെയ്തപ്പോൾ കർത്താവ് അറിഞ്ഞില്ലായിരുന്നു? യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി മാത്രം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട
സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തിയവനാണ് ഇതാ കൊല്ലപ്പെടുന്നത്. അവൻ്റെ തല എവിടെയാണെന്ന് പോലും ശിഷ്യന്മാർക്ക് അറിയില്ല. കുഴിച്ചിടാൻ നിർത്ത് ഉടൽ മാത്രമേ കിട്ടിയുള്ളൂ. അതെടുത്തിട്ടാണ് കുഴിച്ചിട്ടത്. എന്തുകൊണ്ട് അവന് വെറുതെ നിലപ്പിച്ചില്ല? ആദ്യത്തെ പ്രസംഗം നടത്തിയതായ സ്തേഫാനോസ് യേശുക്രിസ്തുവിനെ അനുഭവിച്ച് അന്നത്തെ യൗവനക്കാർ അനേകരും വരാതിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ പിന്നാലെ വന്ന് യേശുക്രിസ്തുവിനെ അനുഭവിച്ച് ജീവിതം സമർപ്പിച്ച് യേശുക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് ആദ്യത്തെ പ്രസംഗം നടത്തിയപ്പോൾ എങ്ങനെയാണ് അവനെ കൊന്നത്? എന്തെങ്കിലും അംഗീകാരം കിട്ടിയോ? അവൻ്റെ നേരെ പല്ല് കടിച്ച് പാഞ്ഞെടുത്തുകൊണ്ട് കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് അവനെ നിഷ്ഠൂരം വധിച്ചില്ലേ പ്രിയമുള്ളവരെ? എവിടെ സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന സിംഹങ്ങളുടെ വായടച്ചവൻ? എവിടെ അഗ്നികുണ്ഡത്തിൽ നാലാമതായിട്ട് ഇറങ്ങി വന്നവൻ? തീച്ചൂളയിൽ അകപ്പെട്ടതുപോയ ബാലന്മാരെ രക്ഷിപ്പാൻ നാലാമതായിട്ട് ഇറങ്ങി വന്നവൻ എന്തുകൊണ്ട് വന്നില്ല? എവിടെ ലാസറിനെ ഉയർപ്പിച്ചവൻ യോഹന്നാൻ സ്നാപകനെ ഉയർപ്പിക്കാത്തത്? ദൈവത്തിന്റെ മഹത്വം, ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അത് ദൈവത്തിന് മാത്രമുള്ള ഉത്തരമാണ് പ്രിയമുള്ളവരെ. സെന്റ് പോളിന്റെ തല വെട്ടിയപ്പോൾ ഈ കർത്താവ് എവിടെയായിരുന്നു? അപ്പസ്തലനായ പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി 2 ശിഷ്യന്മാരും എന്തോരം ഓടി. എത്രയോ അപ്പസ്തലന്മാർ കൊല്ലപ്പെട്ടു, എത്രയോ ശിഷ്യന്മാർ കൊല്ലപ്പെട്ടു, അനേക രക്തസാക്ഷികളായില്ലേ? ഇതെല്ലാം ഭൂമിയിൽ നമ്മൾ കാണുന്നു. എന്താണ് സ്തേഫാനോസ് കണ്ടത്? എന്താണെന്ന് അറിയാമോ? സ്തേഫാനോസ് കല്ലേറുകൊണ്ട് ശരീരത്തിൽ നിന്നും മാംസങ്ങളെല്ലാം ചീളുകളായിട്ട് തെറിച്ചു വീണപ്പോൾ, കണ്ണറ്റ് വീഴുന്നു, അവയവങ്ങൾ ഓരോന്നും വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് രക്തത്തിൽ കുളിച്ചിരിക്കുന്ന സ്തേഫാനോസ് മലന്ന് കിടന്ന് വീണ് കിടന്നപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിയതാണ്. അപ്പോൾ കണ്ണുകൾ തെളിയുന്നു. എന്താണ്? ചുറ്റും നിൽക്കുന്ന കല്ലെറിയുന്നവർക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് നിലവിളിച്ചുകൊണ്ട് സ്തേഫാനോസ് നോക്കുകയാണ്, സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. അവിടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നതാണ് കാണുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ കിടക്കുന്നത് കണ്ട്, മനുഷ്യന് മുറിവേറ്റ് കിടക്കുന്നത് കണ്ട്, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, മരണത്തെ ജയിച്ചവനായ ക്രിസ്തു, പാപത്തെ ജയിച്ചവനായ ക്രിസ്തു, ലോകത്തെ ജയിച്ചവനായ പിശാചിനെ ജയിച്ചവനായ ക്രിസ്തു എന്തിനെഴുന്നേൽക്കണം? സഹോദര, യേശുവിന്റെ സാക്ഷിയാണോ? യേശുവിന്റെ വേലക്കാരനാണോ? ഈ ലോകത്ത് നിന്നെ ആരും മാനിച്ചില്ലെങ്കിലും, ഈ ലോകത്ത് നിനക്ക് കിരീടം കിട്ടിയില്ലെങ്കിലും, ഈ ലോകം നിന്നെ സിംഹാസനത്തിൽ ഇരുത്തി നിന്നെ ആദരിച്ചില്ലെങ്കിലും, ഈ ലോകത്ത് നിനക്ക് അംഗീകാരം കിട്ടിയില്ലെങ്കിലും, തുപ്പലാണെങ്കിലും കല്ലേറാണെങ്കിലും പഴിയാണെങ്കിലും ദുഷിയാണെങ്കിലും, നിന്നെ പുറത്താക്കിയാലും സമൂഹം നിന്നെ വിടക്കേ നിന്നിയാലും നിന്നെ മാനിക്കുന്ന ഒരാളുണ്ട്. ഹല്ലേലൂയ! നിന്നെ മാനിക്കുന്ന ക്രിസ്തു നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് മഹത്വം. അവൻ്റെ ആഗ്രഹം നാം ഓരോരുത്തരും അവൻ്റെ അടുക്കലേക്ക് എത്തണമെന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്നെ സഹായിച്ചില്ല എന്ന് ചോദിക്കില്ലേ? പരാതി വേണ്ട, പെറുപെറുപ്പ് വേണ്ട. നമ്മുടെ ജീവിതത്തിലെ ഓരോ കഷ്ടതയിലും വേദനയോടും പോകുമ്പോൾ നമ്മളോടൊപ്പം കർത്താവ് കരയുന്നുവെങ്കിലും നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കുവാൻ കഴിവുള്ളവനാണ്. അവൻ ബലഹീനത കൊണ്ടല്ല കരയുന്നത്, ദൈവത്തിന് മൊത്തം അവന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല അവൻ കരയുന്നത്. നിന്നെ ആശ്വസിപ്പിക്കുവാൻ, എൻ്റെ മോനെ, ഞാൻ ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്, പിശാചാണ് ഇത് കൊണ്ടിരുന്നതെങ്കിലും ഞാനിതെല്ലാം അനുവദിക്കുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിന്നോടൊപ്പം കരയുകയാണ്. ഒരുപക്ഷെ നിനക്ക് രോഗം മാറ്റിയാൽ, നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്റെ ഏതെങ്കിലും വ്യക്തികളുടെ രോഗം മാറ്റിയാൽ, അല്ലെങ്കിൽ അത്യാഹിതം മാറ്റിയാൽ, നിന്റെ പരാജയം മാറ്റിയാൽ, നീ നെടുവേർപ്പെട്ട് കരഞ്ഞ് അവനെ അയ്യം വിളിക്കുകയില്ലായിരിക്കും, നീ അവിടെ എത്തുകയില്ലായിരിക്കും. അതുകൊണ്ട് ദൈവം ഇതെല്ലാം അനുവദിക്കുന്നതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് രക്തസാക്ഷികളെ കുറിച്ച് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 11 അധ്യായം 35 വാക്യത്തിൽ പറയുന്നത്, ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് അവർ ഈ ഭേദ്യമേറ്റു എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. ദൈവത്തിന് മഹത്വം. ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കാൻ പോകുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് പറയുന്നത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴി വരുന്നു. പുനരുദ്ധാനം 1 കൊരിന്ത്യർ 15 അധ്യായം 23 24 വാക്യം വായിക്കാം. ഓരോരുത്തരും താന്റെ നിരയിലത്രേ ആദ്യഫലം ക്രിസ്തു. ഓരോരുത്തരും താന്റെ നിരയിലത്രേ ആദ്യഫലം ക്രിസ്തു. ഒന്നാമത് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവാണ്. പിന്നെ ക്രിസ്തുവിലുള്ളവർ അവന്റെ വരവിങ്കൽ. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, യേശുവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവരും ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ ആ സമയത്ത് രൂപാന്തരപ്പെടുന്ന കാര്യം തെസ്സലോനിക്കർക്ക് ലേഖനം പറയുന്നുണ്ടല്ലോ. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ദൈവത്തിന് മഹത്വം. ഒന്നാമത് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. പുനരുദ്ധാനത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന പ്രിയമുള്ളവരെ, ഒന്നാമത് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് നടന്നു കഴിഞ്ഞു.
എന്നാൽ രണ്ടാമത് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? സഭായുഗ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. രണ്ട് പതനങ്ങളാണ്. ഒന്ന് മേഘപ്രത്യക്ഷത, രണ്ട് മഹത്വ പ്രത്യക്ഷത. ഈ മേഘപ്രത്യക്ഷതയിലാണ് സഭായുഗ വിശുദ്ധന്മാര് ഉയർത്തെഴുന്നേൽക്കുന്നത്. അതിനെക്കുറിച്ചാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4:16 പറയുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും, നിങ്ങൾക്കറിയാമല്ലോ വാക്യം, അറിയാമെങ്കിൽ ഇപ്പോൾ എന്നോടൊപ്പം ചേർന്ന് പറയുന്നത് നല്ലതാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ദൈവത്തിന് മൊത്തം എങ്ങനെ മരിച്ചു എന്ന് പറയുന്നില്ല. ചിലപ്പോൾ കല്ലറേറ്റായിരിക്കാം, ഈർച്ചവാളാൽ അറക്കപ്പെട്ടായിരിക്കാം, തലവെട്ടിയായിരിക്കാം, ചിലപ്പോൾ ബോഡി പോലും കിട്ടാത്ത രീതിയിൽ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടാകാം, ഭസ്മമായി പോയിട്ടുണ്ടാകാം. പക്ഷെ ക്രിസ്തുവിലാണോ മരിച്ചത്? മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനെ എതിരേൽപ്പാൻ, വാക്യം വായിച്ചേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, അന്ന് ജീവനോട് ശേഷിക്കുന്നവരായിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. സഭായുഗ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. പിന്നീട് മഹോപദ്രവ കാലഘട്ടമാണ്. വലിയ കൊടിയ ഉപദ്രവങ്ങൾ ഏൽക്കുന്നതായ കാലഘട്ടം. പിന്നീടാണ് മഹാപീഡനകാല വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. യേശുവിന്റെ രണ്ടാമത്തെ വരവിന് രണ്ട് പതനങ്ങളുണ്ടെന്ന് പറയുന്നുവല്ലോ. ദൈവത്തിന് മൊത്തം ഒന്ന് മേഘപ്രത്യക്ഷത, രണ്ട് മഹത്വ പ്രത്യക്ഷത. ഈ മഹത്വ പ്രത്യക്ഷതയിലാണ് മഹാപീഡനകാല വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നത്. അവരോടൊപ്പം തന്നെ പഴയ നിയമ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അതിനെല്ലാം വേദപുസ്തകത്തിൽ വാക്യങ്ങളുണ്ട്. പക്ഷെ വായിക്കാൻ സമയമെടുത്തു കഴിഞ്ഞാൽ തീരെയില്ലല്ലോ. വെളിപ്പാട് പുസ്തകം 20 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും, മഹാപീഡനകാല വിശുദ്ധന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും, മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലാണ് മഹാപീഡനകാലം വരുന്നത്. ആ എതിർ ക്രിസ്തുവിനെയോ അവന്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരും, നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു എന്നാണ് പറയുന്നത്. വായിക്കാം. മരിച്ചവരിൽ ശേഷമുള്ളവർ, ഈ മരിച്ചവരിൽ ശേഷമുള്ളവർ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്ത പാപികളെ ഉദ്ദേശിച്ചാണ്, അവിശ്വാസികളെ ഉദ്ദേശിച്ചാണ്. രക്ഷിക്കപ്പെടാതെ മരിച്ചവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. അവർക്ക് അപ്പോഴല്ല ഉയർത്തെഴുന്നേൽപ്പ്. 1000 വർഷം ഭരണത്തിന് ശേഷമാണ്, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. അവർ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പഴയ നിയമ വിശുദ്ധന്മാരും മഹാപീഡനകാല വിശുദ്ധന്മാരും യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ മഹത്വ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടും. അഞ്ചാമതൊരു കൂട്ടരെ കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചത്. 20 തന്നെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഇവരാണ് അഞ്ചാമത്തെ ഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നതായ രക്ഷിക്കപ്പെടാത്തതായ മരിച്ചവർ, യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളാതെ പോയവർ, പാപത്തെ സ്നേഹിച്ച്, ലോകത്തെ സ്നേഹിച്ച്, പിശാചിന് ഇടം കൊടുത്ത് ജീവിച്ചവർ, സുവിശേഷത്തെ ചവിട്ടിയവർ, ദൈവപുത്രനെ ചവിട്ടിക്കളഞ്ഞവർ, തിരുരക്തത്തെ മലിനമെന്നെണ്ണിയവർ, കൃപയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നിന്ദിച്ചവർ, പിന്മാറിപ്പോയവർ, വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്തവർ, യേശുവിനായിട്ട് ജീവിതം സമർപ്പിക്കാത്തവർ, പാവപ്പെട്ട സുവിശേഷകന്മാരോട് തിരുവചനം പറഞ്ഞിട്ടും യേശുവിനെ കൈക്കൊള്ളാതെ ജീവിച്ചവർ. വായിക്കാം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. പ്രിയമുള്ളവരെ, ഭയങ്കരമായ ന്യായവിധിക്ക് വേണ്ടിയിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. രക്ഷിക്കപ്പെടാതെ മരിച്ചവരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വായിക്കാം. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു.
ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. നിത്യജീവന്റെ അവകാശികളുടെ പേരെഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. നിത്യജീവന്റെ പുസ്തകം ഉണ്ടോ? പേരുണ്ടോ സഹോദര? ഇല്ലെങ്കിൽ ഭയാനകമായ അവസ്ഥയാണ്. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടാകണമെങ്കിൽ ദൈവപുത്രന്റെ ശബ്ദം കേട്ട് ആത്മാവിൽ മരിച്ച നീ ജീവൻ പ്രാപിച്ച വ്യക്തിയായിരിക്കണം. പാപത്തിൽ മരിച്ച വ്യക്തിയായ നീ വചനം കേട്ട് ഉയർത്തെഴുന്നേൽക്കണം. വചനം കേട്ട് യേശുവിനായിട്ട് ജീവിതം സമർപ്പിക്കുമ്പോൾ മരിച്ച ആത്മാവ് ജീവൻ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജീവൻ പ്രാപിച്ചവരുടെ പേരെഴുതി വെക്കുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു വായിച്ചു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ പുനരുദ്ധാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ പുനരുദ്ധാനമാണ്. അത് ന്യായവിധിക്കായിട്ടുള്ള പുനരുദ്ധാനമാണ്. അവർക്ക് ഉള്ള ശിക്ഷ തീപ്പൊയ്കയാണ്. ജീവോത്സവത്തിൽ പേരില്ല എങ്കിൽ തീപ്പൊയ്കയിൽ തള്ളപ്പെട്ടു പോകും. നാളുകളായിട്ട് വചനം കേൾക്കുന്നവരല്ലേ നിങ്ങൾ? നാളുകളായിട്ട് ക്രിസ്തീയ ജീവൻ നയിക്കുന്നവരല്ലേ നിങ്ങൾ? നാളുകളായിട്ട് സുവിശേഷ വേല ചെയ്യുന്നവരല്ലേ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് എന്തെങ്കിലും കെണികൾ ഒരുക്കി. നിങ്ങളുടെ വാക്കുകളിലായിരിക്കാം പാപം വരുന്നത്, നിങ്ങളുടെ പ്രവൃത്തികളിലായിരിക്കാം പാപം വരുന്നത്, നിങ്ങളുടെ ചിന്തകളിലും മനോഭാവങ്ങളിലുമായിരിക്കാം പാപം വരുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഉള്ളിലായിരിക്കാം മത്സരം പൊങ്ങുന്നത്, ഉള്ളിലായിരിക്കാം അഹന്ത വരുന്നത്, പുറമെ ഒന്നും കാണാനില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പാപം വന്നാൽ, അശുദ്ധി വന്നാൽ, പിശാചിന് അവകാശം വന്നാൽ, വാതിക്കൽ കിടക്കുന്ന പാപം നിന്നെ അവകാശമാക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുമ്പോൾ നീ ഇടം കൊടുത്തു പോയാൽ, അവന്റെ പ്രലോഭനത്തിൽ, പിശാചിന്റെ പ്രലോഭനത്തിൽ വീണു പോയാൽ, പ്രിയമുള്ളവരെ, അവിശ്വാസം വന്നാൽ, അധൈര്യം വന്നാൽ, ഭയം വന്ന് ക്രിസ്തുവിന് ഇടം നഷ്ടപ്പെട്ടു പോയാൽ, പരിശുദ്ധാത്മാവ് മാറിപ്പോയാൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 4:16 നമ്മൾ 17 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അടുത്ത വാക്യം എന്താണെന്നറിയാമോ? ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. 1000 ആണ്ട് മാത്രമല്ല, എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഈ വചനത്തിൽ എങ്ങനെയാണ് ആശ്വാസമുള്ളത്? ഈ ഭൂമിയിലെ ജീവിതം അല്പകാലം മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറം ഒരു നിത്യതയുണ്ട്. ഇവിടെ ആയുസ് കുറവാണെങ്കിലും ദുഃഖിക്കേണ്ട. ഇവിടെ ആയുസ് കുറവാണെങ്കിലും സാരമില്ല സഹോദര. നിന്റെ ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് കടന്നുപോയവരാണെങ്കിലും സാരമില്ല. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ഒരു വർഷം 5 പേരുടെ അടുക്കലാണ് ഞാൻ സുവിശേഷവുമായിട്ട് പോയത്. ഈ 5 പേരും മാരകമായ ക്യാൻസർ രോഗം വന്ന് അത്യാസന്ന നിലയിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, സന്തോഷത്തോടെ പറയട്ടെ, ഈ 5 പേരും പ്രത്യാശയുള്ളവരായിട്ടാണ് കടന്നുപോയത്. ഈ 5 പേരും പല പ്രായത്തിലുള്ളവരാണ്, യൗവനക്കാർ വരെ ഉണ്ട് പ്രിയമുള്ളവരെ. അവരോടെല്ലാം ദൈവമക്കൾ വചനം പറഞ്ഞപ്പോൾ അവർ കൈക്കൊണ്ടു. അവർ മരണത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായി. ഇതിനപ്പുറം ഒരു നിത്യത ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു. യേശുക്രിസ്തു അവർക്കായിട്ട് കാത്തിരിക്കുകയാണെന്ന് അവർ വിശ്വസിച്ചു. യേശുക്രിസ്തുവിനെ അവർക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്നും, എങ്ങനെ വചനത്തിലൂടെ മാനസാന്തര അനുഭവത്തിലേക്കും യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള പാപമോചനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ച് പ്രത്യാശയിലാണ് കടന്നുപോയത്. ഒരു 50 വയസ്സുകാരി പോകുന്ന സമയത്ത്, പോകുന്നേക്ക് ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് അവർക്ക് അന്ന് ശബ്ദം ഉണ്ടായിരുന്നു. അന്ന് ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ട് അവർ ഇങ്ങനെ പാടുമായിരുന്നു: വൻമഴ ചൊരിയട്ടെ, നദികൾ പൊങ്ങട്ടെ, കാറ്റ് എൻ്റെ വീടിന്മേൽ അടിച്ചോട്ടെ, ദൈവത്തിന് മാത്രം ഞാൻ കുലുങ്ങിയില്ല, എൻ്റെ കർത്താവ് എല്ലാം അറിയുന്നു, 2 കരങ്ങളും വിളിച്ചു നിൽക്കുന്ന കർത്താവിനെ ഞാൻ കാണുന്നു എന്ന് പാട്ടും പാടിക്കൊണ്ടാണ് അവർ കടന്നുപോയത്. ദൈവത്തിന് മഹത്വം. അവർ എന്നേക്കും കർത്താവിനോടുകൂടി ഇരിക്കുമെന്നുള്ള വചനത്തിൽ വിശ്വാസമുള്ളതായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നാളുകളായില്ലേ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട്? നാളുകളായില്ലേ രക്ഷകനെ കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്? ഈ രക്ഷകനെ നമ്മൾക്കൊന്ന് കാണണ്ടേ പ്രിയമുള്ളവരെ? ദൈവം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ മണക്കാം. നമുക്ക് വേണ്ടി അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടനെ അറിഞ്ഞതിന് ശേഷം നമ്മൾ പാപം ചെയ്യൂ ഒരു നാളും അരുതേ. ഹല്ലേലൂയ. നമ്മൾ വാക്കിൽ പോലും തെറ്റുപറ്റാതെ വളരെ വിനയത്തോടെ യാചനാ രീതിയിൽ സംസാരിക്കുവാൻ പഠിക്കുവാൻ പ്രിയമുള്ളവരെ. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണിക്കൊണ്ട് അവരുടെ കാല് കഴുകുവാൻ പഠിപ്പൻ. ദൈവത്തിന് മഹത്വം. മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ വേല ചെയ്യുവാൻ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. വാഴ്ത്തപ്പെട്ട കർത്താവേ,
സ്നേഹനിധിയായ യേശുവേ, ഞങ്ങൾ നിനക്കായിട്ട് കാത്തിരിക്കുകയാണ്. നീ എന്നു വരുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ് കർത്താവേ. ഞങ്ങൾക്ക് ഈ ലോകത്തിലെ മായക്കാഴ്ചകൾ വേണ്ട, ഈ ലോകത്തെ സുഖങ്ങൾ ഞങ്ങൾക്ക് വേണ്ട കർത്താവേ, ജഡത്തിന്റെ മോഹങ്ങൾ ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. ഹല്ലേലൂയ. ഈ ലോകം തരുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, ഞങ്ങളെ തന്നെ ത്യജിച്ചുകൊണ്ട്, ഞങ്ങൾ കുരിശുമെടുത്തുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരികയാണ് കർത്താവേ. ഞങ്ങൾക്ക് അങ്ങയുടെ ചായ പ്രാപിപ്പാനുള്ള കൃപ തരണമേ, ഞങ്ങൾക്ക് അങ്ങയുടെ സൗമ്യത തരണമേ, ഞങ്ങൾക്ക് അങ്ങയുടെ വിനയം തരണമേ. നിന്റെ തിരക്താൽ ഞങ്ങളെ കഴുകണമേ കർത്താവേ. പിശാച് അവകാശം പറയുന്ന ഏതെങ്കിലും പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ജീവന്റെ പുസ്തകത്തിലും പേര് നഷ്ടപ്പെട്ടു പോകാതെ വേണം കർത്താവേ, നിന്റെ തിരക്തത്താൽ ഞങ്ങളെ അടയാളമിട്ട് ഞങ്ങളെ കാക്കണമേ. ഞങ്ങളിപ്പോൾ തലവടങ്ങിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ തലമേലും നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ. ഈ മക്കളെ അനുഗ്രഹിക്കണമേ, സമാധാനവും സന്തോഷവും കൊണ്ട് നിർമ്മടിയായിട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ രോഗങ്ങൾ സൗഖ്യമാക്കണമേ, അവരുടെ പാപങ്ങൾ മോചിച്ചു കൊടുക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട തുരന്തരുമാറാകണമേ. ആമേൻ.